ഹലോ, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഒറിഫ്ലെയിമിൽ ബിസിനസ് പോയിൻ്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. ഞാൻ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ ആർക്കും വേണ്ട എന്നൊക്കെ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ബിസിനസ് പോയിൻ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം നമ്മളൊരു സോപ്പിന് നമുക്ക് വരുന്ന റേറ്റ് എന്ന് വെച്ചാൽ 52 രൂപയാണ്. കസ്റ്റമർ റേറ്റ് എന്ന് പറഞ്ഞാൽ 63 രൂപ. ഓക്കെ, അപ്പോൾ ഈ സോപ്പെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 3 പേര് 4 പേരുള്ള ഫാമിലിയിലാണെങ്കിൽ എങ്ങനെ പോലും 1 മാസം 1.5 മാസം നിൽക്കുന്ന സോപ്പാണിത്. കാരണം ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് എനിക്ക് റിവ്യൂ പറയാനായിട്ട് പറ്റുന്നത്. നല്ലതാണ്. നമുക്ക് നീം വരുന്നുണ്ട്. ഇത് നീമിൻ്റേതും അതുപോലെ തന്നെ റോസ് അതിൻ്റേതും കൂടെയാണ്. നീമിൻ്റെ സോപ്പിന് 52 റോസ് സാൻഡലിനും വരുന്നത് 52. അതെന്ന് വെച്ചാൽ എങ്ങനെ പോലെ ഒരു 3 പേരുള്ള ഫാമിലിക്ക് 1 മാസം 1.5 മാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അത് തന്നെയല്ല, നമുക്കൊരു അലർജീസോ കാര്യങ്ങളൊന്നുമില്ല. ഹൈ ക്വാളിറ്റിയാണ്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ലവ് നേച്ചർ എന്ന് പറഞ്ഞ ബ്രാൻഡ് തന്നെയാണ് ഒറിഫ്ലെയിമിൻ്റെ അത് വരുന്നത്. പിന്നെ വരുന്നത് പേസ്റ്റിന് നമ്മുടെ റേറ്റ് 119. കസ്റ്റമർ റേറ്റ് വരുന്നത് വെച്ചാൽ 149. ഓക്കെ, നമ്മുടെ റേറ്റ് 119 വരും, കസ്റ്റമർ റേറ്റ് 149. ഈ പേസ്റ്റ് വെച്ചാൽ നമ്മൾ സെൻസോഡൈനൊക്കെ മേടിക്കത്തില്ല, ആ ഒരു റേഞ്ചിലാണ്. അത് പറയാനുള്ള കാരണം എൻ്റെ ഹസ്ബൻഡിന് വെച്ചാൽ പണ്ട് 25-26 ഇയേഴ്സിലെങ്ങാണ്ട് റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ റൂട്ട് കനാൽ ചെയ്ത് 30 വയസ്സായപ്പോഴത്തേന് അതിനകത്ത് പോടുകൾ വന്ന് അങ്ങനെ സെൻസോഡൈൻ അല്ലാതെ വേറെ ഏത് പേസ്റ്റ് യൂസ് ചെയ്താലും ഭയങ്കര സ്മെല്ലും അതുപോലെ തന്നെ വേദനയായിരുന്നു. അപ്പം ഈ ഒറിഫ്ലെയിമിൽ ഞാൻ വന്നതിന് ശേഷം ഞാൻ ഒറിഫ്ലെയിമിൻ്റെ പേസ്റ്റ് തന്നെയാണ് കൊടുക്കുന്നത്. ഒരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പമില്ല. തന്നെയല്ല, മറ്റ് സെൻസിഡൈൻ യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര പെയിനും അതുപോലെ തന്നെ എന്തോ ഒരു ഫ്ലൂയിഡ് പോലെ ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു പ്രശ്നങ്ങളും ഇല്ല. ക്യാവിറ്റീസിനാണ് ഒരു പ്രശ്നവും ഇല്ല. ചില സമയത്ത് ഫുഡ് കഴിക്കുമ്പോൾ വേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പേസ്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡിൽ വരുന്നതാണ് സെൻസോഡൈൻ. അതുപോലുള്ള സ്റ്റാൻഡേർഡിൽ വരുന്ന പ്രോഡക്റ്റാണ് അത്. പിന്നെ വരുന്നത് ടാക്കെന്ന് വെച്ചാൽ നമ്മൾ പറയും പൗഡർ. നമ്മളിടുന്ന പൗഡറില്ലേ, പോൺസെ അതുപോലെയുള്ള പൗഡർ, അതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ 76 രൂപയാണ് അതിൻ്റെ നമുക്ക് വരുന്ന റേറ്റ്. കസ്റ്റമർ റേറ്റ് എന്ന് പറഞ്ഞാൽ 95 രൂപ. മനസ്സിലായി? 100 ഗ്രാം നമ്മുടെ ടാഗിന് വെച്ചാൽ ബാക്കി ടാക്കിനെയൊക്കെ അപേക്ഷിച്ച് നല്ല റേറ്റും കുറവാണ്. സാൻഡൽ എന്നൊക്കെ വെച്ചാൽ കറക്റ്റ് സാൻഡലിൻ്റെ മണം തന്നെയാണ്. പിന്നെ സാൻഡൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ റോസ് വരുന്നുണ്ട്, അതുപോലെ ലാവണ്ടർ ഷെയ്ഡും വരുന്നുണ്ട്. ലാവണ്ടർ വെച്ചാൽ കൂളിംഗ് ഡിലൈറ്റ് എന്നാണ് പറയുന്നത്. ജസ്റ്റ് കൂളിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. ടാക്ക് 76 റുപ്പീസാണ് വരുന്നുള്ളൂ. 95 ആണ് കസ്റ്റമർ റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് ഷാമ്പു ഞാൻ ഇട്ടേക്കുന്നത് 2-in-1 ഷാമ്പു ആണ്. നമുക്ക് ഒരുപാട് സോപ്പുകളുണ്ട്, വേറെ പേസ്റ്റ് ഉണ്ട്, വേറെ ടാഗുണ്ട്, വലിയ ടാഗുണ്ട്, 300 ഗ്രാം അതെല്ലാം വരുന്നുണ്ട്. ഞാൻ ഇതിട്ടേക്കുവാണ്. ഷാമ്പു ഇത് 2-in-1 ഷാമ്പു 319 ആണ്. അതും ലവ് നേച്ചറിൻ്റെ തന്നെയാണ്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ലവ് നേച്ചറിൻ്റെ വരുന്നത്. അതിനകത്ത് ഷാമ്പുവും കണ്ടീഷണറും കൂടെ അടങ്ങിയിട്ടുള്ളതാണ്. 2-in-1 ഷാമ്പു എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. 319 ആണ് അതിൻ്റെ റേറ്റ്. അതിൻ്റെ കസ്റ്റമർ റേറ്റ് എന്ന് പറഞ്ഞാൽ 399. പിന്നെ ഈ ഷാമ്പു എങ്ങനെ പോയാലും ഇപ്പോൾ ഈവൻ വീക്ക്ലി 2 വട്ടം യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ 2 months 3 months കാണും. നല്ല ഇച്ചിരി കട്ടിയായിട്ടുള്ള ഷാമ്പു അപ്പോൾ നല്ല കുറച്ച് നമ്മൾ എടുത്താൽ മതി. 2 months 3 months എന്തായാലും കൺഫേം ആയിട്ട് ഞാൻ വീക്ക്ലി 3 times ഷാമ്പു ഇടുന്നില്ല. പക്ഷേ എനിക്ക് എന്നാലും 2.5 മാസം 2.5 മാസം എനിക്ക് എന്തായാലും അതുണ്ടാവും. തന്നെയല്ല, വീട്ടിലെ ഹസ്ബൻഡാണെങ്കിലും എല്ലാം ഇതേ ഷാമ്പു തന്നെയാണ്, വീട്ടിലമ്മയാണെങ്കിലും എല്ലാം ഈ സെയിം ഷാമ്പു തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കാണെങ്കിൽ ഇപ്പോൾ തലവേദനയൊക്കെ എടുക്കും ചിലർക്ക് ഷാമ്പു യൂസ്, പക്ഷേ ഇത് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്ത ഹെയർ ഓയിൽ 183 ആണ്. കോക്കനട്ട് ഓയിലാണ്. നല്ലതായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അത് കസ്റ്റമർ റേറ്റ് വരുന്നത് വെച്ചാൽ 229 ആണ്. ഓക്കെ, ഇത്രയാണ് റേറ്റ് വരുന്നത്. നമുക്കിത് കൂട്ടി നോക്കിയാൽ ഇത് ഇത്രയും കൂടെ നമുക്ക് വരുന്നത് 743 രൂപയ്ക്കാണ് നമുക്ക് ഈ 5 സാധനങ്ങൾ കിട്ടുന്നത്. കസ്റ്റമർ റേറ്റ് എന്ന് വെച്ചാൽ 935 കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് മൈനസ് ചെയ്തേ. അപ്പോൾ നമുക്ക് എത്ര രൂപ നമുക്ക് അതിനകത്തുനിന്ന് കിട്ടും? 192 റുപ്പീസ് നമുക്കൊരു കസ്റ്റമറിന് നമ്മൾ ഇത്രയും പ്രോഡക്റ്റ്സ് കൊടുക്കുകയാണെങ്കിൽ, കസ്റ്റമറിന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആകാം, നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കാം, നമ്മുടെ നെയ്ബേഴ്സ് ആയിരിക്കാം. കാരണം നമ്മൾ അവർക്ക് കൊടുക്കാൻ പറ്റും നല്ല ഈവൻ ഒരു സോപ്പ് തന്നെ നമ്മുടെ നിന്ന് യൂസ് ചെയ്താലും വീണ്ടും അവർ പ്രോഡക്റ്റ് ചോദിക്കുക. അതെന്തുകൊണ്ടാണെന്ന് പറയുന്നത് അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. അപ്പം 192 രൂപയാണ് നമുക്ക് ഒരു കസ്റ്റമറിൻ്റെ കയ്യിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. ഇതിൻ്റെ ബിസിനസ് പോയിൻ്റ് നമുക്കറിയാം. ഒറിഫ്ലെയിമിൽ ബിസിനസ് പോയിൻ്റാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇതിൻ്റെ ബിസിനസ് പോയിൻ്റ് എന്ന് വെച്ചാൽ 13 ആണ്. ഒരു സോപ്പും പേസ്റ്റും പൗഡറും ഷാമ്പും ഹെയർ ഓയിലും കൂടെ നിങ്ങൾക്ക് ഒരു കസ്റ്റമറിൻ്റെ നിങ്ങൾക്ക് 935 രൂപയ്ക്ക് മേടിക്കും. നിങ്ങൾ കമ്പനിക്ക് പേ ചെയ്യേണ്ടത് 749 പ്ലസ് ഷിപ്പിങ്ങോടെ വരും. ഷിപ്പിങ് 55 കൂടെ വരും. അപ്പോൾ പ്ലസ് 55 കൂടെ വരും. അന്നേരം ഒരു കസ്റ്റമറിൻ്റെ 192.
അപ്പം നിങ്ങൾക്ക് ഇൻകം ക്വാളിഫൈ ആവണമെങ്കിൽ നമുക്ക് 120 ബിസിനസ് പോയിൻ്റ് വേണ്ടല്ലേ. ഇത് 10 എണ്ണം കൊടുത്താൽ നമുക്ക് എത്ര കൊടുക്കും? 10 കസ്റ്റമേഴ്സിന് കൊടുത്താൽ 130 BP. മനസ്സിലായോ? 10 കസ്റ്റമേഴ്സിന് കൊടുത്താൽ 130 BP നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എത്ര രൂപ നമുക്ക് പ്രോഫിറ്റ് മാത്രം കിട്ടും? 1920 എന്ന് വെച്ചാൽ 2000 രൂപയ്ക്ക് എത്ര രൂപ കുറവുണ്ട്? 2000 രൂപയ്ക്ക് 80 രൂപ മാത്രമേ കുറവ് വരുന്നുള്ളൂ. 1920 രൂപ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് പ്രോഫിറ്റും കിട്ടും. നിങ്ങൾക്ക് 130 ബിസിനസ് പോയിൻറ്റും കിട്ടും. ഇപ്പം ബിസിനസ് പോയിൻറ്റ് 130 ബിസിനസ് പോയിൻ്റ് എടുത്താൽ ഈ മാസത്തെ പ്ലെൻറ്റി പ്രോഗ്രാം അറിയാലോ, നമ്മുടെ കാസ്ട്രോളാണ്. 3 കാസ്ട്രോൾസ് നമുക്ക് 269 3699 3 അടിപൊളി കാസ്ട്രോൾസ് നമുക്ക് 269 റുപ്പീസിന് കിട്ടും. നമുക്കറിയാം ഒറിഫ്ലെയിമിന് അറിയാവുന്നവർക്കറിയാം. ഒറിഫ്ലെയിമിൻ്റെ പ്രോഡക്റ്റ്സ് എന്ന് വെച്ചാലും അതുപോലെ ഗിഫ്റ്റ്സ് എന്ന് വെച്ചാലും ഒരുപാട് ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് വരുന്നത്. അപ്പം ആ ഒരു ഐറ്റം നമുക്ക് 269 ഇത്രയും നിങ്ങളിത് ഈ ഒരു 5 സാധനം മാത്രം നിങ്ങൾ 10 പേർക്ക് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1920 രൂപ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നിങ്ങൾ 10 പേർക്ക് സെല്ല് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ 130 ബിസിനസ് പോയിൻറ്റ് കംപ്ലീറ്റ് ആയി അല്ലേ. ഇനി നിങ്ങളുടെ ടീമിൽ ഒരു 6 പേര് എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് നിങ്ങൾ എക്സ്, നിങ്ങളുടെ താഴെ വൈ ഇസഡ് യു, വൈയുടെ താഴെ ഒരു എ ബി, ഇങ്ങനെ വന്നെന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഇതേപോലെ നിങ്ങൾ 130 ചെയ്ത പോലെ ഈ 6 പേര് 130 ചെയ്താൽ എത്ര വരും? 6 × 130 എത്ര? 6 × 130 എന്ന് നോക്കിയേ. 130 × 6 0, 6 × 3 80, 780 അല്ലേ. 780 പോയിൻറ്റ്സ് ആയി നിങ്ങൾ എത്ര പെർസെൻ്റ് ആയി? നിങ്ങൾക്ക് 6% ആയിട്ട് നിങ്ങൾക്ക് 900 റുപ്പീസ് നിങ്ങൾക്ക് ഇൻകമായിട്ട് വരും. മനസ്സിലായോ? നിങ്ങളൊരു 6% ബ്രാൻഡ് പാർട്ട്ണറും ആവും. 10 പേർക്ക് കൊടുത്ത് നിങ്ങളതൊരു 5 പേരെ പഠിപ്പിച്ചാൽ നിങ്ങൾ 6% ആവും. 900 രൂപയും കിട്ടും. അതിൻ്റെ കൂടെ 1920. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തേ. നമുക്ക് കിട്ടിയ ഇമ്മീഡിയറ്റ് പ്രോഫിറ്റ് 10 പേർക്ക് കൊടുത്തപ്പോൾ അല്ലേ. പ്ലസ് നമുക്ക് തന്നെയല്ലേ നിങ്ങളുടെ കൂടെ വന്ന 5 പേർക്കും ഇതേ സെയിം എമൗണ്ട് കിട്ടുമല്ലോ. നിങ്ങളുടെ കൂടെ വന്ന 5 പേരും ഇതുപോലെ ചെയ്തേ അവർക്കും കിട്ടും ഇതേ എമൗണ്ട്. പ്ലസ് 900 9918 നിങ്ങൾക്ക് 2820 രൂപ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് തന്നെ. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ വന്ന ഈ വൈയോ ഇസഡോ യുവോ എയോ ബിയോ ആരേലും ഇതേപോലെ 5 പേർ കൂടെ പഠിപ്പിച്ചു കൊടുത്താൽ നിങ്ങൾ എന്തായി? നിങ്ങൾ 9% ആയി. നിങ്ങൾക്ക് എക്സ്ട്രാ 3000 കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ.